സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 50 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ സംഘടന. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് G4. ഓപ്ഷൻ എ G4. ബ്രിക്സ് ഗ്രൂപ്പിലെ അംഗരാജ്യങ്ങളിൽ എസ് എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്ന രാജ്യം. ബ്രിക്സ് ഗ്രൂപ്പിലെ അംഗരാജ്യങ്ങളിൽ എസ് എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്ന രാജ്യം ഏതാണ്? എസ് പ്രതിനിധാനം ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് ഒരുമ. കേരളത്തിലെ ആദ്യത്തെ ഇ ഭരണ നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ ഇ ഭരണ നഗരസഭ തിരൂർ. ഓപ്ഷൻ എ തിരൂർ. ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നത്. ശാന്തസമുദ്രം. പസഫിക് സമുദ്രമാണ് ശാന്തസമുദ്രം എന്ന് അറിയപ്പെടുന്നത്. പസഫിക് സമുദ്രം. അടുത്ത ചോദ്യം: ചുവടെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 3 പ്രസ്താവനകളാണ്. USA-യിൽ നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. 3, ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഈ 3 പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? USA-യിൽ നിന്നുമാണ്. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ശരിയാണ്. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം: 1976-ലെ 42ാം ഭേദഗതി അനുസരിച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാമാണ്? 1976-ലെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത എന്നീ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. അടുത്ത ചോദ്യം: ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? ബേരുബാറി കേസിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബേരുബാറി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങളെ വ്യക്തികളുടെ പേരുമായിട്ട് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങളെ വ്യക്തികളുടെ പേരുമായിട്ട് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന്
വിശേഷിപ്പിച്ചത് ആരാണ്? അതുപോലെ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ. അപ്പൊ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, A2, B1, C4, D3. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? N.A. പൽക്കിവാലയാണ്. N.A. പൽക്കിവാലയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചതോ ഏണസ്റ്റ് ബാർക്കറാണ്. ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഒന്നുകൂടി, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാലയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യ ഒരു ഡാഷ് ആണ്. സെയിം ഓർഡറിൽ പറയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യ ഒരു ഓപ്ഷൻ എ ആണ് ഉത്തരം. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1955 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നിലവിൽ വന്ന സംഘടനകളും സ്ഥാപകരുടെ വിവരങ്ങളുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ആയത് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. സംഘടനകളും സ്ഥാപകരും. തന്നിരിക്കുന്ന സംഘടനകൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ, നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ, ഇന്ത്യൻ സൊസൈറ്റി എന്നിവയാണ്. സ്ഥാപകരുമായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് മേരി കാർപെൻറ്റർ ആണ്. ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആനന്ദ് മോഹൻ ബോസ് ആണ്. ഒന്നും കൂടി, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് മേരി കാർപെൻറ്റർ. ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആനന്ദ് മോഹൻ ബോസ് ആണ്. അടുത്ത ചോദ്യം, അഹിംസയെ അടിസ്ഥാനമാക്കിയ സമരമാർഗം പിന്തുടരുന്നതിനായി ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ സിവിൽ ഡിസോബീഡിയൻസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഹെൻറി തോറോയാണ്. ഹെൻറി തോറോ. അഹിംസയെ അടിസ്ഥാനമാക്കിയ സമരമാർഗം പിന്തുടരാനായിട്ട് ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ പുസ്തകം ഏതാണ്? സിവിൽ ഡിസോബീഡിയൻസ് എന്ന ഗ്രന്ഥമാണ്. അത് രചിച്ചത് ഹെൻറി തോറോയാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് ഓപ്ഷൻ സി ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷണം നടത്തുവാനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത്. അടുത്ത ചോദ്യം,
UN-ന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? UN-ന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അറബി, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ് എന്നിവയാണ്. ഉത്തരം വരുന്നത് ജർമ്മനാണ് UN-ന്റെ ഔദ്യോഗിക ഭാഷകളിൽ പെടാത്തത്. UN-ന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? അറബി, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നിവയെല്ലാം UN-ന്റെ ഔദ്യോഗിക ഭാഷകളാണ്. 6 ഔദ്യോഗിക ഭാഷകളാണ്: അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. അടുത്ത ചോദ്യം, UN പൊതുസഭയിലെ പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? UN പൊതുസഭയിലെ പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1 വർഷം. ഇൻഡോ ആസിയാൻ വ്യാപാര കരാർ നിലവിൽ വന്ന വർഷം? ഇൻഡോ ആസിയാൻ വ്യാപാര കരാർ നിലവിൽ വന്ന വർഷം 2010 ജനുവരി 1-നാണ്. 2010 ജനുവരി 1-നാണ് ഇൻഡോ ആസിയൻ വ്യാപാര കരാർ നിലവിൽ വന്നത്. 2010 ജനുവരി 1. അത്ലറ്റുകൾ ലോങ് ജംപ് ചാടുമ്പോൾ ഓടി വന്ന് ചാടുന്നതിന് കാരണം? അത്ലറ്റുകൾ ലോങ് ജംപ് ചാടുമ്പോൾ ഓടി വന്ന് ചാടുന്നതിന് കാരണം ചലന ജഡത്വമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചലന ജഡത്വം. കുറിച്യ കലാപത്തിന്റെ കാരണം താഴെ കൊടുത്തതിൽ ഏതാണ്? കുറിച്യ കലാപത്തിന്റെ കാരണം തന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി. നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതിൽ കുറിച്യ കലാപത്തിന്റെ കാരണം ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം കുറിച്യ കലാപത്തിന് കാരണമാണ്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി, അതുപോലെ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാനായിട്ട് നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം കുറിച്യ കലാപത്തിന്റെ കാരണങ്ങളാണ്. അടുത്ത ചോദ്യം, ഏത് നവോത്ഥാന നായകന്റെ കൃതിയാണ് ദക്ഷിണായനം? കൃതിയുടെ പേര് ദക്ഷിണായനം. ഇത് ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് ദക്ഷിണായനം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കീഴരിയൂർ ബോംബ് കേസ് നടന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഏത് ജില്ലയിലാണ് നടന്നത്? ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. ഓപ്ഷൻ സി, കോഴിക്കോട്. അഷ്ടപതിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏത്? അഷ്ടപതിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടമാണ് അഷ്ടപതിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്നത്. കൃഷ്ണനാട്ടം. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി KM ബീനാമോളാണ്. KM ബീനാമോളാണ് ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലമാണ്. സെറിബെല്ലം. 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ആനന്ദതീർത്ഥൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദതീർത്ഥനാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരനാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത്. മൊയ്യാരത്ത് ശങ്കരൻ. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി OM നമ്പ്യാർ. OM നമ്പ്യാറാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നത്
കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഗുണം കൂടുതൽ ലഭിച്ചത് വൻകിട കർഷകർക്കായിരുന്നു. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം, ധനബില്ലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ധനബില്ല് ഇവിടെ തന്നിരിക്കുന്നു. രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം, ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം, ഇരു സഭകൾക്കും തുല്യാധികാരം, അന്തിമ അധികാരം ലോകസഭാ സ്പീക്കർക്കാണ്. ധനബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ്. ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം, അന്തിമാധികാരം ലോകസഭാ സ്പീക്കർക്കാണ്. ഓപ്ഷൻ ബി 2, 4. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത സമ്മേളനം ബെൽഗാം സമ്മേളനമാണ്. 1924 ബെൽഗാം സമ്മേളനം. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് 1988-ലാണ്. 1988-ലാണ് ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാടാണ്. നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. നൂറനാട്. മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി? മുതിർന്ന പൗരന്മാർക്കായിട്ട് സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നവജീവൻ. ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമാണ്. ഓപ്ഷൻ ബി 2ാം വട്ടമേശ സമ്മേളനം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്? രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ശാരദാമഠം എന്നാണ്. ശാരദാമഠം. ഏതു രോഗത്തെക്കുറിച്ചുള്ള കേരള സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം? ഏതു രോഗത്തെക്കുറിച്ചുള്ള കേരള സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം? എയ്ഡ്സ് ആണ്. ഓപ്ഷൻ ഡി എയ്ഡ്സ്. ബോധവൽക്കരണ പരിപാടിയുടെ പേര് ആയുർദളം. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം? എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശം. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി? കല്ലേൽ പൊക്കുടൻ. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി ഏതാണ്? കല്ലേൽ പൊക്കുടനാണ്. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായിട്ട് ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം? തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം വരയാട്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? ജൈവ ഘടികാരം പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്നത്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. ഓപ്ഷൻ ബി ഇടുക്കി.
ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചാലനം. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ലോകസഭയിലാണ് ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത്. സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? സൂപ്പർ ബഗ് ബാക്ടീരിയയാണ്. സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് ബാക്ടീരിയ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ഓപ്ഷൻ ഡി, കണ്ണൂർ. ഭാരതപ്പുഴയുടെ മക്കൾ ആരുടെ കൃതിയാണ്? ഭാരതപ്പുഴയുടെ മക്കൾ എന്നത് ആരുടെ കൃതിയാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതിയാണ് ഭാരതപ്പുഴയുടെ മക്കൾ എന്നത്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ആസ്ഥാനം? നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. 50 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്